ഒരു മാജിക്കുകാരൻ്റെ കയ്യിലെ മന്ത്രവടി പോലെയായിരുന്നു വയലാറിന് പേന എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ, നിൻ്റെ അരഞ്ഞാണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനംഗമന്ത്രമുണ്ടോ? ഒരു കുസൃതിയുടെ ഇപ്പം ശൃംഗാരം 3 തരത്തിലാണെന്നാണ് ധിഷണാശാലികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഉദാത്ത ശൃംഗാരം, സംഭോഗ ശൃംഗാരം, വിപ്രലംഭ ശൃംഗാരം. ഈ 3ലും അദ്ദേഹം അതിവിദഗ്ധമായി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഉദാത്ത ശൃംഗാരം എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധവും നീതിപൂർവകവും പ്രണയാതുരവുമായ ശൃംഗാരം. സംഭോഗ ശൃംഗാരം അത് കാമത്തിൻ്റെ ഒരു തലത്തിലേക്ക് കൂടി വളരുന്നതാണ്. അവിടെ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിൻ്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും എന്ന് പറയുന്ന കുസൃതിയിലേക്ക് വയലാർ തന്നെ പോകുന്നുണ്ട്. എന്നാൽ വിപ്രലംഭത്തിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു. പർവ്വത നന്ദിനി നീ താമസിക്കും പച്ചില മാളിക ഞാൻ കണ്ടു. പർവ്വത നന്ദിനി എന്നാണ് ഉമയെയാണ് വിളിക്കുന്നത് ശ്രീപാർവതിയെ. ഒരു നാട്ടിൻപുറത്തെ പെൺകുട്ടിയെ സംബോധന ചെയ്ത് പാടേണ്ട പാട്ടാണ്. പകൽ നീ പശുക്കളെ മേയ്ക്കാനിറങ്ങും പവിഴപ്പാടങ്ങൾ ഞാൻ കണ്ടു. പർവ്വത നന്ദിനി നീ താമസിക്കും പച്ചില മാളിക ഞാൻ കണ്ടു. പകൽ നീ പശുക്കളെ മേയ്ക്കാനിറങ്ങും പവിഴപ്പാടങ്ങൾ ഞാൻ കണ്ടു. ഈ പർവ്വതനന്ദിനി പശുവിനെ പോറ്റുന്നൊരു നാടൻ പെൺകുട്ടിയാണ്. പകൽ നീ പശുക്കളെ മേയ്ക്കാൻ ഇറങ്ങുന്നത് നെൽപ്പാടത്തേക്കല്ല, പവിഴപ്പാടങ്ങൾ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും തോറ്റു കൊടുക്കാനും വിട്ടുകൊടുക്കാനും വയലാർ രാമവർമ്മ തയ്യാറായിട്ടില്ല. എന്തിനും അതിൻ്റെ ഒരു അന്തസ്സും അതിൻ്റെ കൽപ്പനകൾക്ക് ഇത്തിരി ഒരു കുഞ്ഞ് തൂവൽ കൊണ്ട് അദ്ദേഹം എഴുതില്ല, ദന്തം ആനക്കൊമ്പ് കൊണ്ട് എഴുതുള്ളൂ. അത് അരിഞ്ഞ് വൃത്തിയാക്കി കട്ടുക്ക മഷിയിലിട്ട് മുക്കി എഴുതുള്ളൂ. പകൽ നീ പശുക്കളെ മേയ്ക്കാനിറങ്ങുന്ന പുന്നൽപ്പാടം ഞാൻ കണ്ടു എന്ന് എഴുതിയില്ല. പവിഴപ്പാടം, പവിഴത്തിൻ്റെ ഒരു പാടം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഏറ്റവും വിലപ്പെട്ട നവരത്നങ്ങളിലൊന്നായ പവിഴത്തെ, പവിഴം മുളപ്പിക്കുന്നൊരു പാടത്ത് പർവ്വതനന്ദിനി പശുക്കളെ മേയ്ക്കാനിറങ്ങുന്ന ഒരു വിഷ്വൽ, ഒരു ദൃശ്യം, ആ സങ്കല്പം, അതാണ് നേരത്തെ പറഞ്ഞ മാതിരി കാളിദാസന് ശേഷം വയലാറിനെ പറ്റിയിട്ടുള്ളൂ.